ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. തീർച്ചയായും വരാനിരിക്കുന്ന പരീക്ഷയിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാവും. സയൻസിൽ നിന്നും ഏറെ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു സമകാലിക പ്രസിദ്ധീകരണത്തിലൂടെയും ഈ ചോദ്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു PYQ സെഷനിലൂടെ. നോക്കൂ, ലോഹങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ആ ലോഹത്തിൻ്റെ ഏത് സംയുക്തമാണ് ഉണ്ടാകുന്നത്? നമുക്ക് വളരെ വിശദമായി തന്നെ കാര്യങ്ങളെ ചർച്ച ചെയ്യാം. ഒരു ലോഹത്തിൻ്റെ പേര് ഞാൻ എഴുതുകയാണ്, സിങ്ക് എന്ന് എഴുതുകയാണ്. ഈ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു ലോഹം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ഈ ക്ലോറിൻ സിങ്കുമായിട്ട് ബോണ്ട് ചെയ്യും. അങ്ങനെ സിങ്ക് ക്ലോറൈഡ് ഫോം ചെയ്യും. ഹൈഡ്രജൻ ഗ്യാസ് എലിമിനേറ്റ് ചെയ്യും. ഇവിടെ രണ്ട് ചോദ്യങ്ങളെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, ഒരു ലോഹവുമായി ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ പേര്, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് സിങ്ക് ക്ലോറൈഡ് ആണ് ഫോം ചെയ്തത്. ഉത്തരം ക്ലോറൈഡ് ആണ്. ഇനി മെഗ്നീഷ്യം ഒരു ലോഹമാണ്. മെഗ്നീഷ്യമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ ദ പ്രോഡക്റ്റ് വിൽ ബി മെഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 പ്ലസ് ഹൈഡ്രജൻ. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളിവിടെ ഓർത്ത് വയ്ക്കേണ്ടതുണ്ട്. ഒരു ലോഹം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന പ്രധാന സംയുക്തം ക്ലോറൈഡും അതിനോടൊപ്പം ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ്, അതായത് അതിനോടൊപ്പം ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനുമായിരിക്കും. ഇത് രണ്ടും PSC ചോദിച്ച ചോദ്യങ്ങളാണ്. ലോഹങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന പ്രധാന സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? ക്ലോറൈഡ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സോഡിയമാണ് റിയാക്ട് ചെയ്യുന്നത്. സോഡിയം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. പൊട്ടാസ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കാൽസ്യമാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാവും. ഏത് ലോഹം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാലും അതിൻ്റെ ക്ലോറൈഡാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങനെ കഴിഞ്ഞു. രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒരു ലോഹം ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഉത്തരം ഹൈഡ്രജനാണ്. അങ്ങനെയും PSC ഒരു ആവർത്തന ചോദ്യം ഉണ്ട്. ഇനി ലോഹങ്ങളും ആസിഡുകളും തമ്മിലുള്ള രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി വ്യത്യസ്ത തരം ലവണങ്ങൾ രൂപപ്പെടും. ഇപ്പോൾ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ക്ലോറൈഡ് ഫോം ചെയ്തതുപോലെ സൾഫ്യൂരിക് ആസിഡാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, ഉദാഹരണത്തിന് മെഗ്നീഷ്യവും സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്തു, എന്തുണ്ടാവും? മെഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ ക്ലോറൈഡ് ഉണ്ടായതുപോലെ ഇവിടെ സൾഫേറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ലോഹം സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൾഫേറ്റുകളായിരിക്കും. എന്നാൽ ഒരു ലോഹം നൈട്രിക് ആസിഡുമായി റിയാക്ട് ചെയ്യുന്നു, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നൈട്രേറ്റ് ആയിരിക്കും. നൈട്രേറ്റ്. ഇത് മൂന്നും പഠിച്ചു വെക്കണം. അതായത് ഒരു ലോഹം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് വിൽ ബി ക്ലോറൈഡ്. ഒരു ലോഹം സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് വിൽ ബി സൾഫേറ്റ്. എന്നാൽ ഒരു ലോഹം നൈട്രിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ പ്രോഡക്റ്റ് വിൽ ബി നൈട്രേറ്റ്. അപ്പം മെഗ്നീഷ്യം തന്നെ എടുക്കാം. മെഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം പ്ലസ് സൾഫ്യൂരിക് ആസിഡ് മെഗ്നീഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം പ്ലസ് നൈട്രിക് ആസിഡ് മെഗ്നീഷ്യം നൈട്രേറ്റ്. കാര്യം പിടികിട്ടിയോ? ഏത് ലോഹവും ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ പേര് ഹൈഡ്രജൻ എന്നാണ്. അത്രയും ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിമാനങ്ങൾ, ബഹിരാകാശ വാഹനങ്ങൾ, സ്പോർട്സ് ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉയർന്ന കരുത്തുള്ള പ്ലാസ്റ്റിക് ഏതാണ്? PVC പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് കായിക ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? വിമാനങ്ങളുടെ ഭാഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. കാർബൺ ഫൈബർ CF റീഇൻഫോഴ്സ്ഡ് CFR പ്ലാസ്റ്റിക് P. അങ്ങനെ CFRP കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന
ഒരു എന്താ പറയുക പോളിമർ ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ വിമാനങ്ങളുടെ ഭാഗങ്ങൾ, അതേപോലെ ബഹിരാകാശ വാഹനങ്ങൾ, സ്പോർട്സ് ഉപകരണങ്ങൾ ഇവയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊരു പോളിമറാണ്. പോളിമർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലഘുവായ തന്മാത്രകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന സങ്കീർണമായ തന്മാത്രകളെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. ആ റിയാക്ഷനെ നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയും. 10ാം ക്ലാസ്സിന്റെ 2ാമത്തെ ചാപ്റ്റർ ആണ് ഈ ചോദ്യത്തിന്റെ ഉറവിടം. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി എന്താണ് ഈ CFRPയുടെ പ്രത്യേകത? CFRPയെ നമ്മൾ വിമാനങ്ങളുടെയും ഈ പറയുന്ന സ്പോർട്സ് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട്. ഒന്ന്, അതിൻ്റെ അതിഗംഭീരമായ കരുത്താണ്. അതിൻ്റെ കരുത്താണ് ഒരു കാരണം, അതിൻ്റെ സ്ട്രെങ്ത് ആണ് ഒരു കാരണം. 2 എന്ന് പറയുന്നത് ഭാരക്കുറവാണ്. അപ്പോൾ ഈ 2 പ്രത്യേകതകളുള്ള ഒരു പോളിമറാണ് CFRP. CFRPക്ക് എന്താ പ്രത്യേകതയുള്ളത്? ഭാരക്കുറവും അതീവ കരുത്തുള്ളതുമാണ് CFRP എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സാങ്കേതിക വിദ്യകളിൽ അധികമായി CFRPയെ ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് എന്ന വാക്ക് പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായതാണ്. പ്ലാസ്റ്റിക്കോസ് എന്ന ഒരു ഗ്രീക്ക് ടേമിൽ നിന്നാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു പദമുണ്ടായത്. ഇതിൻ്റെ അർത്ഥം രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നാണ്. പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന പദമുണ്ടായത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നാണ്. ഇനി നമ്മുടെ ലോകത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നൈട്രോസെല്ലുലോസ് ആണ്. ചരിത്രത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക്കായി അറിയപ്പെടുന്ന സാധനമാണ് നൈട്രോസെല്ലുലോസ്. പ്ലാസ്റ്റിക് വ്യവസായത്തിൽ പൈപ്പുകളുടെയും മറ്റു നിർമ്മാണത്തിന് നമ്മൾ സാധാരണ പറയാറുണ്ട് PVC പൈപ്പ്. നമ്മൾ ഈ വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന കോർപ്പറേഷനിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഈ വെള്ളത്തിൻ്റെ സപ്ലൈക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പുകൾ, ടാങ്കുകൾ, ഇതേപോലെ തന്നെ ചെറിയ റെയിൻ കോട്ടുകൾ, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേരാണ് PVC എന്ന് പറയുന്നത്. പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം. വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ലഘു തന്മാത്ര പോളിമറൈസേഷന് വിധേയമായി ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നം, ഒരു പോളിമറാണ് PVC, പോളിവിനൈൽ ക്ലോറൈഡ്. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക. ഇതാണ് വിനൈൽ ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ. ഇത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാവും. ഇത് സിംഗിൾ ബോണ്ട് ആവും. ഇങ്ങനെ സിംഗിൾ ബോണ്ട് ഇങ്ങനെ. ഇതാണ് PVCയുടെ ഫോർമുല. ഇങ്ങനെയാണ് PVC. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇത്. അപ്പോൾ ഇതാണ്. ഇനി മോണോമറുകൾ, അതായത് ഒരു പോളിമർ ഉണ്ടാക്കാൻ, പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ലഘു തന്മാത്രകളെയാണ് മോണോമർ എന്ന് പറയുന്നത്. മോണോമർ ഒന്നിന് പുറകെ ഒന്നായി നേർരേഖയിൽ ചേർന്നുണ്ടാകുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. തെർമോ പ്ലാസ്റ്റിക്കിനെ ഉരുക്കി തണുപ്പിച്ചൊക്കെ നമുക്ക് രൂപമാറ്റം വരുത്താൻ കഴിയും. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് അങ്ങനെയല്ല. ഒരു രൂപത്തിലേക്ക് ഒരു തവണ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് രൂപമാറ്റം വരുത്താൻ കഴിയില്ല. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മോണോമറുകളെല്ലാം നേർരേഖയിലായിരിക്കും. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന വേറൊരു പ്ലാസ്റ്റിക് ഉണ്ട്. അതിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റൂല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മോണോമറുകളിൽ ബ്രാഞ്ച് കാണും. അതുകൊണ്ട് ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് അറേഞ്ച്മെൻ്റ് ആയിരിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. 3ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ രീതി ഏതാണ്? നമ്മൾ സാധാരണ കെമിസ്ട്രി ലാബുകളിൽ ഈ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്ന ഒരു സാധനത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ നോട്ടൊക്കെ പറയുമ്പോൾ ആഡ് 200 ml ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊക്കെ നമ്മൾ ചില റിയാക്ഷനുകളിലൊക്കെ പറയാറുണ്ട്. എങ്ങനെയാണ് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത്? സാധാരണ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്ന രീതി നമ്മൾ കെമിസ്ട്രി ലാബിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഒക്കെ വെച്ചിട്ട് അല്ലെ, ഇതിനകത്ത് വെള്ളം എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇതിനെയാണ് നമ്മൾ ഈ സ്വേദനം എന്ന് പറയുക, ഡിസ്റ്റിലേഷൻ എന്ന് പറയുക. ഡിസ്റ്റിലേഷനിലൂടെയാണ് അല്ലെങ്കിൽ സ്വേദനത്തിലൂടെയാണ് സാധാരണയായി നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഡിസ്റ്റിലേഷൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ദ്രാവകം ആൽക്കഹോൾ അല്ല, അത് ജലമാണ്. ജലത്തിൻ്റെ ഫോർമുല എങ്ങനെയാ? H2O എന്നാണ് അല്ലേ. ഈ H2O എന്ന് പറയുന്നതിനകത്ത് എന്താ പ്രത്യേകത? ഒരു ഓക്സിജൻ
2 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ജലത്തിനകത്ത് ജലത്തിൻ്റെ ഒരു തന്മാത്രയ്ക്കകത്ത് ഹൈഡ്രജനെയും ഓക്സിജനെയും പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ബന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ സഹസംയോജക ബന്ധനം. സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് എന്ന് പറയും. കോവാലന്റ് ബോണ്ടിലൂടെയാണ് വാട്ടറിനകത്ത് ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും ബൈൻഡ് ആയിട്ടുള്ളത്. എന്നാൽ ഒരു ബീക്കറിനകത്ത് ജലവും ചേർന്നിരിക്കുന്നു. അത് ഏത് ബോണ്ട് വഴിയാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ മറന്നു പോകരുത്, അത് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. അപ്പോൾ ഒരു ജലം അടുത്ത ജലവുമായി ചേർന്നിരിക്കുന്ന ബന്ധനം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം. അത് ഏതായിരിക്കും? അത് ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ എല്ലാം ഹൈഡ്രജൻ ബോണ്ട്, വാട്ടറും. എന്നാൽ വാട്ടറിനകത്ത് ഏതാന്ന് ചോദിച്ചാൽ അത് കോവാലന്റ് ബോണ്ടാണ്. ഇത് നല്ല ഒരു പോയിന്റ് ആണ്, ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി വാട്ടറിൻ്റെ നമ്മൾ സാധാരണ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു വാക്കെടുക്കാം. വാട്ടർ ഇതെന്ത് വാക്കാണ്? ഇതൊരു കോമൺ വേർഡാണ്. ഒരു പദാർത്ഥത്തിന് ഒരു സംയുക്തത്തിന് കൊടുത്തിട്ടുള്ള ഒരു കോമൺ വേർഡാണ് വാട്ടർ. അപ്പോൾ വാട്ടറിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്നാണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പോൾ എങ്ങനെയാ പേര് പറയുക? ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്നതാണ് ജലത്തിൻ്റെ രാസനാമം. ഈ വെള്ളത്തെക്കുറിച്ച് മാത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്ന, സാർവത്രിക ലായകം എന്നറിയപ്പെടുന്ന ജലം, ഈ ലോകത്തുള്ള ഒട്ടുമിക്ക പദാർത്ഥങ്ങളെ ലയിപ്പിക്കാൻ കഴിയുന്ന ഈ ജലം എന്ന് പറയുന്ന ആ വസ്തുവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഹൈഡ്രോളജി എന്ന് പറയും. ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് 1 ആണ്. ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത 1 ആണ്. ക്ലിയർ ആണ്? 3 ചോദ്യങ്ങൾ പിന്നിട്ട് നമ്മൾ 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. നിങ്ങളൊരു LP UP എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വേർത്തായിട്ടുള്ളൊരു കോഴ്സായിരിക്കും ഇത്. ഈ ഫീസിനൊന്നും നോക്കണ്ട. എന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കാൻ ഏറ്റവും യോഗ്യതരായ, അതായത് BEd അല്ലെങ്കിൽ MEd ക്വാളിഫിക്കേഷനുള്ള അധ്യാപകരെ വെച്ചിട്ടുള്ളൊരു ക്ലാസ്സാണ്. ഏകദേശം ഒരു 15ഓളം ടീച്ചേഴ്സാണ് ഈ ഒരു LP UPയുടെ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. ഇതിൻ്റെ പരിപൂർണമായ സിലബസ്, റെക്കോർഡഡ് ക്ലാസ്സുകൾ എല്ലാം ഇപ്പം തന്നെ റെക്കോർഡഡ് ആണ്. അതിൻ്റെ ഒരു ഫീ ആണ് നമ്മളിപ്പോൾ കണ്ടത്. 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് തരികയും ചെയ്യും എക്സാം വരെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എക്സ്ട്രാ കറണ്ട് അഫേഴ്സിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫീസ് ഇതിനകത്തില്ല. കംപ്ലീറ്റും സിലബസ് ബേസിൻ്റെ എക്സാമും ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനും അതെല്ലാം ചേർത്തുള്ളൊരു കോഴ്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? PYQ ആണ്. നമ്മളൊരു PSC പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ എന്തായാലും സിലബസ് പഠിക്കണം. നമ്മൾ സിലബസ് പരിപൂർണമായിട്ട് കവർ ചെയ്യണം 100%. എന്നാൽ സിലബസ് മാത്രം കവർ ചെയ്തുകൊണ്ട് പോയാൽ ഒരു നല്ല പെർഫോമൻസ് ഒരു PSC പരീക്ഷയിൽ കാഴ്ചവെക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിന് നമുക്ക് എന്ത് വേണം? സമകാലികമായി നടന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ ഇതുപോലെ നമ്മളിപ്പോൾ നോക്കുന്നത് പോലെ ഓരോ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ നോക്കി വരണം. അതിനകത്ത് എന്തെല്ലാം ചോദിച്ചിട്ടുണ്ട്, റീസെൻ്റായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഇതുപോലെ നമ്മൾ അറിയണം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ആ കോഴ്സിന് ഭയങ്കര ഫീസൊന്നുമില്ല, ചെറിയ ഫീസേ ഉള്ളൂ. PYQ എന്നാണ് ആ ഒരു കോഴ്സിൻ്റെ പേര്. 399 രൂപയേ ഉള്ളൂ ഫീസ്. പ്ലസ് GST വരും. അപ്പോൾ ഒരു 412 രൂപയാവും. നിങ്ങൾക്ക് എല്ലാവരും ജോയിൻ ചെയ്യണം എന്ന ഒരു ആഗ്രഹത്തിലാണ് ഇങ്ങനൊരു ഫീസ് വെച്ചിട്ടുള്ളത്. ഒരിക്കലും അതിനകത്ത് നിങ്ങൾ ഫീസൊന്നും നോക്കരുത്, ജോയിൻ ചെയ്തോണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാനിപ്പോൾ ഇവിടെ കാണിച്ച പോസ്റ്ററിൽ തന്നെ നമ്പറുണ്ട്, വിളിച്ച് ചോദിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോയി ഹാജാസ് ക്ലാസ്സസ് എടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക, ബൈ നൗ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. നമുക്ക് നോക്കാം. ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയും കുറഞ്ഞ വ്യാപ്തവും അനുഭവപ്പെടുന്ന താപനില ഏതാണ്? അപ്പം ഏറ്റവും ഉയർന്ന സാന്ദ്രത ജലത്തിന് അനുഭവപ്പെടണം, കുറഞ്ഞ വ്യാപ്തവും അനുഭവപ്പെടണം. അങ്ങനെ ഒരു ടെമ്പറേച്ചർ ജലത്തിനുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുള്ള ഒരു ദ്രാവകമാണ് ജലം. അതാണ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിൻ്റെ പ്രത്യേകത, ജലത്തിൻ്റെ 4 ഡിഗ്രിയുടെ പ്രത്യേകത, വ്യാപ്തം കുറവ്. ജലം ഏറ്റവും മിനിമം സ്ഥലത്ത് നിലനിൽക്കാൻ ശ്രമിക്കുന്ന ഒരു ടെമ്പറേച്ചർ ആയിരിക്കും. 2 ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. സാധാരണ ദ്രാവകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജലം ഒരു പ്രത്യേക സ്വഭാവം കാണിക്കുന്നു. ആ സ്വഭാവമാണ് അസ്വാഭാവിക വികാസം.
0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുമ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത കൂടുകയും വ്യാപ്തം കുറയുകയും ചെയ്യും. ഇപ്പം ജലത്തെ നമ്മൾ 0 ഡിഗ്രി ചൂടാക്കുകയാണ്. അപ്പോൾ ഒരു 4 ഡിഗ്രി അച്ചീവ് ചെയ്യുന്ന സമയത്ത് യവൻ്റെ ഡെൻസിറ്റി കൂടും, അതിൻ്റെ വോളിയം കുറയും. ഇതിനെയാണ് നമ്മൾ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് വിളിക്കുന്നത്. 4 ഡിഗ്രിക്ക് ശേഷം വീണ്ടും ചൂടാക്കിയാൽ മാത്രമേ ജലത്തിൻ്റെ വ്യാപ്തം വർദ്ധിച്ചു തുടങ്ങുള്ളൂ. അപ്പം 4 ഡിഗ്രി അച്ചീവ് ചെയ്തു, ജലം ഇപ്പോൾ 4 ഡിഗ്രി ആയി, അതിനുശേഷം നമ്മൾ ചൂടാക്കുകയാണ്, അപ്പോഴേ ജലത്തിൻ്റെ വ്യാപ്തം കൂടും. പ്രകൃതിയിൽ തടാകങ്ങളുടെയും മറ്റ് ഉപരിതലം മരവിച്ചാലും അടിത്തട്ടിലെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത് അപ്പം ദൈവം ഈ ലോകം ഉണ്ടാക്കിയപ്പോൾ ജലത്തിന് ഈ പ്രത്യേകത കൊടുത്തില്ലായിരുന്നെങ്കിൽ, അതായത് 4 ഡിഗ്രിയിൽ ഉയർന്ന ഡെൻസിറ്റിയും എന്നാൽ എന്താ പറയുക കുറഞ്ഞ വ്യാപ്തവും കൊടുത്തില്ലായിരുന്നെങ്കിൽ ജലജീവജാലങ്ങളെല്ലാം ചത്തുപോകുമായിരുന്നു. അപ്പം ജലജീവജാലങ്ങളെയും കൂടി നോക്കിയിട്ടാണ് ലോകത്ത് ജലത്തിന് മാത്രമായി ഇങ്ങനൊരു പ്രത്യേകത ദൈവം കൊടുത്തത്. എന്താണ്? അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന പ്രത്യേകത. എന്താണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ, ജലം 4 ഡിഗ്രിയിലായിരിക്കുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി പരമാവധി ആയിരിക്കും, എന്നാൽ വ്യാപ്തം വളരെ കുറവും ആയിരിക്കും. അങ്ങനെയാണ് ഈ തടാകങ്ങളിൽ മുകളിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഐസുള്ള സ്ഥലങ്ങളിലൊക്കെ കട്ടി പിടിച്ചാലും താഴെ ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ആ 4 ചോദ്യം നോക്കൂ. ഈ PYQയുടെ എന്തെല്ലാം ചോദ്യങ്ങളാണ്, ഇതെല്ലാം നമ്മുടെ കോഴ്സിലുണ്ട്. വളരെ ഗംഭീരമായി കോഴ്സ് നമ്മൾ ഇത് എല്ലാ ദിവസവും ക്ലാസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇതിപ്പോൾ PYQ എടുത്തവർ ശ്രദ്ധിക്കുക, നിങ്ങൾ എടുത്ത സമയത്ത് ഒരു 20 ക്ലാസ് എങ്ങാണ്ടാണ് ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രസീവായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂടി കണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുത്തവർ ശ്രദ്ധിക്കുക. ഇനി 5-മത്തേത്, വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എത്തനോളിൽ മെത്തനോൾ പോലുള്ള വിഷപദാർത്ഥങ്ങൾ ചേർക്കുമ്പോൾ അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നോക്കൂ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയട്ടെ. എത്തനോൾ എന്ന് പറഞ്ഞാൽ സാധാരണയായി എത്തനോൾ ബെവറേജിൽ ഉപയോഗിക്കുന്ന മദ്യപാനികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആൽക്കഹോളാണ് എത്തനോൾ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്, CH3CH2OH എന്നാണ്. ഇതാണ് മദ്യപാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. നമുക്ക് ഈ എത്തനോൾ നിർമ്മിച്ചിരിക്കുന്നത് മദ്യപാനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം ഇതിന് വ്യാവസായികപരമായ ഒരുപാട് ജോലികളുണ്ട്. പ്രിസർവേറ്റീവാണ് എത്തനോൾ, നല്ലൊരു പ്രിസർവേറ്റീവാണ്. എത്തനോൾ നല്ല ഒരു സോൾവെൻ്റ് ആണ്. എത്തനോൾ നല്ലൊരു എന്താ പറയുക ഇൻസെക്ടിസൈഡാണ്, ഇൻസെക്ടിസൈഡാണ്. എത്തനോൾ നല്ലൊരു പ്രിസർവേറ്റീവാണ്. എത്തനോള് ഒരുപാട് ഫ്യൂവലാണ്, നല്ലൊരു ഇന്ധനമാണ്. എത്തനോളിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്തനോൾ നിർമ്മിക്കും ഈ ലോകത്ത്. പക്ഷേ ചില മദ്യപാനികൾ ലാബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തനോൾ കാണുമ്പോൾ അവർ മദ്യപിക്കണമെന്നൊരു ആസക്തി വരുമ്പോൾ ഈ എത്തനോൾ എടുത്ത് കുടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എത്തനോൾ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് മെത്തനോൾ ചേർക്കും. മെത്തനോൾ ഒരു വിഷപദാർത്ഥമാണ്. മെത്തനോൾ വിഷപദാർത്ഥമാണ്. എത്തനോൾ വിഷപദാർത്ഥം അല്ല. ഈ മെത്തനോൾ എടുത്ത് എത്തനോളിനകത്ത് ചേർക്കും. പിന്നെ നമ്മൾ എത്തനോൾ കുടിച്ചാൽ വിവരം അറിയും. അങ്ങനെ മെത്തനോളിനെ എത്തനോളിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ എത്തനോളിൻ്റെ ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് അടക്കമുള്ള എല്ലാ പ്രോപ്പർട്ടീസും നഷ്ടപ്പെടും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡീനാച്ചേർഡ് സ്പിരിറ്റ്. നാച്ചർ സ്വഭാവം, ഡീനാച്ചർ സ്വഭാവം പോയി. ക്ലിയർ ആണ്, വ്യക്തമാണ്. ഇനി ഇത് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? കമൻ്റ് ഇടുന്നില്ല കേട്ടോ. കമൻ്റ് ഇടാതെ നമുക്കൊരിക്കലും ഈ ഒരു ചാനലിന് കയറി വരാൻ പറ്റില്ല. നിങ്ങൾ കമൻ്റ് ഇടണം, നിങ്ങൾ ഷെയർ ചെയ്യണം. പണ്ടൊക്കെ കുട്ടികൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ്. പക്ഷേ ഒരു കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് നമ്മൾ മുട്ടിപ്പോയി. അപ്പോൾ നമുക്കിതൊന്ന് കയറി വരണമെന്നുണ്ടെങ്കിൽ കാണുന്ന ഒരു 500 പിള്ളേരിനകത്തേ ഉള്ളൂ. അവർ ഇതിനെ പ്രൊമോട്ട് ചെയ്തെടുത്താൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ഈ ക്ലാസ് അവസാനിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എന്നെ സഹായിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം സഹായിക്കണം. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻ്റ് ഇടാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങളുടെ സ്റ്റാറ്റസ് വെക്കാം. നിങ്ങളുടെ ഒരു കമൻറ്റ് മതി രക്ഷപ്പെടാൻ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. ഡീനാച്ചേർഡ് സ്പിരിറ്റ്. അപ്പം മദ്യപാനത്തിന് എത്തനോൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അതിനകത്തേക്ക് നമ്മൾ എന്ത് ചേർക്കും? മെത്തനോൾ ചേർക്കും. മെത്തനോൾ തന്നെ ചേർക്കണമെന്നില്ല, പിരിഡിൻ ചേർക്കും, വേറെ പല പദാർത്ഥങ്ങളും ചേർക്കാറുണ്ട്. മെത്തനോൾ ചേർത്താൽ ആ ആൽക്കഹോളിനെ നമ്മൾ മെത്തൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് സംയുക്തത്തിൽ OH ഫംഗ്ഷൻ ഗ്രൂപ്പായി വന്നാൽ അവരെയാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുക. ആൽക്കഹോൾ എന്ന് പറയുന്ന വിഭാഗത്തിലെ
ആദ്യത്തെ ആളിൻ്റെ പേരാണ് മെത്തനോൾ. ഈ മെത്തനോളാണ് ആൽക്കഹോൾ വിഭാഗത്തിലെ ഏറ്റവും ടോക്സിക് മെത്തനോൾ. ഇനി ആൽക്കഹോൾ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ഫെർമെൻറ്റേഷനിലൂടെയാണ് ആൽക്കഹോൾ നിർമ്മിക്കുന്നത്. ഫെർമെൻറ്റേഷനിലൂടെ ആൽക്കഹോൾ നിർമ്മിക്കുമ്പോൾ ആൽക്കഹോളിനോടൊപ്പം ഉണ്ടാകുന്ന പദാർത്ഥമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ആൽക്കഹോൾ ആണോ ഒരു വസ്തു, ഒരു കെമിസ്ട്രി ലാബിൽ ആൽക്കഹോൾ ആണോ ഒരു വസ്തു എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൂക്കാസ് ടെസ്റ്റും വിക്ടർ മേയർ ടെസ്റ്റും. നമ്മുടെ കയ്യിൽ ആൽക്കഹോളിന് നിറമില്ലല്ലോ, നിറമില്ലാത്തതുകൊണ്ട് പച്ചവെള്ളം എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വസ്തു, നമ്മുടെ കയ്യിലുള്ളൊരു വസ്തു ആൽക്കഹോൾ ആണോ എന്നറിയാൻ ലൂക്കാസ് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിക്ടർ മേയർ ടെസ്റ്റ് ചെയ്യാം. -115 ഡിഗ്രിയാണ് സെൽഷ്യസ് ആണ് ആൽക്കഹോളിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. വളരെ കുറഞ്ഞ താപനിലയിലും ദ്രാവകാവസ്ഥയിൽ തുടരുന്നതിനാൽ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ തെർമോമീറ്ററുകളിൽ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം വളരെ കുറഞ്ഞ താപനിലയിലും ദ്രാവകാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒന്നാണ് ആൽക്കഹോൾ. സാധാരണ ഭയങ്കര തണുപ്പാകുമ്പോൾ വെള്ളം വരെ ഐസായി പോവും. എന്നാൽ അങ്ങനെ ആകൂല എന്നൊരു പ്രത്യേകത ആൽക്കഹോളിനുണ്ട്. കാരണം അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് -115 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഈ തണുത്ത സ്ഥലങ്ങളിൽ തെർമോമീറ്ററിനകത്തും നമ്മൾ ആരെ ഉപയോഗിക്കാറുണ്ട്? ആൽക്കഹോളിനെ. നമ്മൾ ഇവിടെയൊക്കെ തെർമോമീറ്ററിനകത്ത് മെർക്കുറിയല്ലേ ഉപയോഗിക്കുന്നത്. തണുത്ത സ്ഥലങ്ങളിൽ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ആൽക്കഹോളിനെ തെർമോമീറ്ററിലും ഉപയോഗിക്കാറുണ്ട് എന്നാണ്. PYQ ഒരു വിസ്മയമാണ്. PYQ നമ്മൾ അറിയാതെ നമ്മളെ ഒരു റാങ്കിലേക്ക് എത്തിക്കുന്ന ഒരു സെഷനാണ്. 100% എൻ്റെ ഈ കോഴ്സ് നിങ്ങൾക്ക് വർത്തായിരിക്കും. നിങ്ങളെല്ലാവരും എടുക്കണേ എന്നല്ല, എടുത്തിരിക്കണം. ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. PYQ എന്ന് പറയുന്ന ഒരു സെഷനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഓഫറുണ്ട്. 399 ആണ്, പ്ലസ് GST ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു 412 രൂപയാവും ഈ കോഴ്സ്. നിങ്ങൾ മാത്രമല്ല, PSC എഴുതുന്ന മുഴുവൻ ആൾക്കാർക്കും വേണ്ടിയിട്ട് നല്ല ക്വസ്റ്റ്യനുകളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് പറയുന്നത്. ഓക്കെ, നമ്മളറിയാതെ നമ്മുടെ PSC അങ്ങ് വളരും. ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.